ശബരിമലയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന അവർക്കൊക്കെ കുറച്ചുകൂടി ആശ്വാസം ലഭിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ തലപ്പത്തേക്ക് വരുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഇനി അയ്യപ്പൻ സേഫ് സോണിലായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം, അറിയില്ല. CPM കട്ടുമുടിച്ചിട്ടിരിക്കുന്ന ശബരിമല കെ ജയകുമാറിന് അഗ്നിശുദ്ധി വരുത്തി നല്ലതാക്കാൻ കഴിയുമോ? കെ ജയകുമാറിനെ കുറിച്ച് നമുക്കുള്ള ഒരു വിശ്വാസം ഒരു ദിവസം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒന്നല്ല. അദ്ദേഹം എത്രയോ കാലമായി കേരളീയ സമൂഹമായിട്ട് സംവദിക്കുകയും കേരളീയ സമൂഹത്തെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഭാഷണങ്ങളുമെല്ലാം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രമാത്രം സ്വാത്വികനായ ഒരു മനുഷ്യനെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിന് വേണ്ടി കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. ഒരുപക്ഷെ അയ്യപ്പൻ തന്നെയായിരിക്കാം അദ്ദേഹത്തെ അതിന് നിയോഗിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു നിയോഗമായി ഞാൻ കണക്കാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈശ്വര വിശ്വാസി ആയതുകൊണ്ട്, തികഞ്ഞൊരു ഈശ്വര വിശ്വാസിയാണ് ഞാൻ, അതുകൊണ്ട് ഇതിലേക്ക് വരും എന്ന് വിചാരിച്ചില്ല, ഇതൊരു നിയോഗമായി ഞാൻ കാണുന്നു എന്നുള്ളതാണ്. പൊതുവെ ഈ CPM-ന് അവരുടെ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസം അവർക്കില്ല, ഈശ്വരനല്ല അവർ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മന്ത്രി വാസവൻ അടക്കം അയ്യപ്പന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് ദൈവങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്നാലും പ്രാർത്ഥിക്കുന്നത്. ഇനി സ്വകാര്യമായി അദ്ദേഹം അത് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ ആളുകളുടെ മുന്നിൽ അദ്ദേഹം കയ്യും കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്, തൊഴുതു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ല. പിണറായി വിജയൻ ആണെങ്കിലും ഗുരുവായൂർ പോയിട്ട് ചോദിക്കുന്നത്, ഇവിടെയാണോ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അതായത് ഞങ്ങൾക്ക് ഈശ്വരനെ അല്ല വിശ്വാസം എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് തികഞ്ഞ ഈശ്വര വിശ്വാസിയായ ഒരാൾ ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നത്. CPM നിയോഗിച്ച ഒരാളാണെങ്കിൽ പോലും ജയകുമാറിന്റെ കാര്യത്തിൽ CPM-ന് മറ്റ് പ്രസിഡന്റുമാരുടെ കാര്യങ്ങൾ പോലെ ചെന്ന് ഇടപെടാൻ കഴിയില്ല. ഇത് ഒരു തിരിച്ചടിയാകില്ലേ? അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശബരിമലയുടെ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കേണ്ടത് CPM-ന്റെ കൂടി ഒരാവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കും. നിലവിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു വാർത്തയായി, എപ്പോഴും പ്രശ്നകലുഷിതമായൊരു മേഖലയായി ശബരിമല വരാൻ പാടില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി അവർക്ക് ഉള്ളിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അവർ ജയകുമാറിനെ തിരഞ്ഞെടുത്തത്. ജയകുമാർ ഒരു ഈശ്വരവിശ്വാസി എന്നുള്ളത് മാത്രമല്ല, ജയകുമാറിനെ പോലെയുള്ള ആളുകൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഒരു സമൂഹത്തിൽ വന്ന് അവതരിക്കാറുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, എത്ര കുലീനമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, മനുഷ്യനെക്കുറിച്ച് മനുഷ്യനെ ഒന്നായിട്ട് കാണുന്ന ഈ, എനിക്ക് തോന്നുന്നത് ഞാൻ നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണം എന്ന് പറയുന്നത് മഹത്തായിട്ടുള്ള കേരളത്തെക്കുറിച്ചാണ്. കേരളം എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്, ആ മുന്നോട്ട് പോക്ക് തുടരുകയും ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെ പോലെ അങ്ങനെ കുതിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. കാരണം അദ്ദേഹം ഇതിനെല്ലാം കാണുന്നത് ചെറിയ ഒരു വിഷയമായിട്ട് നമ്മൾ ഒരിക്കലും കണക്കാക്കരുത്. വളരെ മഹത്തായിട്ടുള്ള ആശയത്തിൻ്റെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണുകയും മനുഷ്യരെ എല്ലാം ഒരുപോലെ കാണാനായിട്ട് കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ ഈശ്വരവിശ്വാസമുണ്ട്. ആ ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യവിശ്വാസം കൂടിയായിട്ട് മാറ്റി തീർക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രതിഭയാണ് അദ്ദേഹം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മനുഷ്യന് തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈശ്വരനും അതിനോടൊപ്പം പ്രാധാന്യം നൽകി ഈശ്വരനും മനുഷ്യനും സമന്വയിച്ച് ചേരുന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ച് എപ്പോഴും സ്വപ്നം കാണുന്നൊരു മനുഷ്യൻ, അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉണർവിനെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച്, പ്രതീക്ഷയെക്കുറിച്ച് മനുഷ്യനിൽ വലിയ തോന്നലുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കഴിവ് ജയകുമാറിനുണ്ട്. ജയകുമാറിനെ അറിയുന്നവർക്ക് അറിയാം അത്. അദ്ദേഹം എത്രയോ വിശിഷ്ടമായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് എന്നുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ കേൾക്കുന്നത് തന്നെ നമുക്ക് വളരെ രസകരവും അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഭൂതി നിറഞ്ഞായിട്ടുള്ള ഒരു അവസരമാണ്. നമ്മൾ പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ രാഷ്ട്രീയക്കാരാണ്. ഈ രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ എന്ന് പറയുന്നത് കാവ്യാത്മകമല്ല, അത് ഗദ്യാത്മകമാണ്, മൊരടനാണ്, ഉണക്കയാണ്. എന്നാൽ
ഇവിടെ ജയകുമാർ വന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഷ കാവ്യാത്മകമാണ്. ആ കാവ്യാത്മകമായ ഭാഷയ്ക്കകത്ത് തന്നെ ഒരു ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ കൊള്ള നടക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യന് 10 പൈസ എടുക്കാൻ ഒരു കാരണവശാലും ജയകുമാർ തയ്യാറാവുകയില്ല എന്നുള്ള ഉറപ്പ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം അങ്ങനത്തെ ആളുകൾ ഇന്ന് വളരെ വളരെ വിരളമാണ് നമ്മുടെ സമൂഹത്തിൽ. ബഹുഭൂരിപക്ഷം ആളുകളും കട്ട് തിന്നാൻ നടക്കുന്ന മനുഷ്യരായി മാറിക്കഴിഞ്ഞിരിക്കുക. അധികാരത്തിൻ്റെ കസേരകളിലൊക്കെ കയറിയിരിക്കുന്നവർക്ക് ഒറ്റ ലക്ഷ്യമാണുള്ളത്, എങ്ങനെയെങ്കിലും പണം അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് കെ ജയകുമാർ എന്ന് പറയുന്ന ഈ പ്രതിഭാസം ലഭ്യമാകും. അതുകൊണ്ട് വളരെ സന്തോഷകരമായ ഒരു മണ്ഡലകാലമായി ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടുത്തെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസത്തെ വീണ്ടെടുക്കലാണ്. രണ്ടാമത്, മണ്ഡലകാലത്ത് തീർത്ഥാടകർക്ക് എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി അവരെ ആഹ്ലാദിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. മലകയറ്റം എന്ന് പറയുന്നത് പീഡനമല്ലാതാക്കി മാറ്റുക എന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി യഥാർത്ഥത്തിൽ ജയകുമാറിൻ്റെ വരവിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു നല്ലൊരു മണ്ഡലകാലം ഈ വ്രതം നോക്കി ഒരുപാട് എന്താ കഷ്ടതകൾ ഒക്കെ അനുഭവിച്ചു വരുന്ന ഭക്തർക്ക് അതൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. പക്ഷെ മാഷെ, അതിന് ഒപ്പം തന്നെ ചോദിക്കാനുള്ളത്, CPM-നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധതയും നിഷ്പക്ഷവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരാണ് CPM-കാർ. എല്ലാവരെയും അല്ല പറയുന്നത്, കുറെ നല്ല മനുഷ്യർ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ അതിനിടയിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുറേയേറെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നവർ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണ്, ഘോരഘോരമായി ശബ്ദിക്കുന്നവരാണെന്നൊക്കെ പറയുന്ന പാർട്ടിക്ക് സത്യസന്ധതയും നിഷ്പക്ഷതയും കൈവിട്ടുപോയിരിക്കുന്നു. പണം മാത്രമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ആ ഭരണത്തിന് കീഴിൽ സത്യസന്ധനായ ഒരു ദേവസ്വം പ്രസിഡന്റിന് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? ജയകുമാർ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് മാറാൻ സാധ്യതയില്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കവും അതേപോലെ തന്നെ ഈശ്വര ചൈതന്യം നിറഞ്ഞതുമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല, അദ്ദേഹത്തിന് തർക്കം ഉണ്ടാവില്ല. അദ്ദേഹം അവിടെ ഈ ഒരു പദവി ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ CPM-ൻ്റെ നേതാക്കൾ പറയുന്നത് കേൾക്കാനിരിക്കുന്ന ഒരു വേലക്കാരനായിട്ടല്ല പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരു ജയകുമാറിനെ നിങ്ങൾക്ക് ഒരിക്കലും കാണാനായിട്ട് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മേൽ കുതിര കയറാനോ അദ്ദേഹത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനോ ഈ സർക്കാർ ശ്രമിക്കുകയോ അല്ലെങ്കിൽ CPM ശ്രമിക്കുകയോ ചെയ്താൽ അദ്ദേഹം അന്നവിടെ നിന്ന് പടിയിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് CPM-ൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയന്ത്രിക്കലല്ല. അതവരുടെ അജണ്ടയിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറയുന്നത് അസ്വാരസ്യങ്ങളില്ലാത്ത ഒരു ഇടമായി മാറിക്കഴിഞ്ഞാൽ, അവിടെ നിന്ന് വാർത്തകളൊന്നും വരാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർ വളരെ സ്വസ്ഥരാണ് എന്നാണ് അവരിപ്പോൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ജയകുമാറിൽ സമ്പൂർണ്ണമായിട്ട് വിശ്വസിച്ച് എല്ലാ അധികാരവും അദ്ദേഹത്തിൽ ഏൽപ്പിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പിടിക്കപ്പെടുന്നവർ പിടിക്കപ്പെടട്ടെ, കള്ളന്മാർ ജയിലിലേക്ക് പോകട്ടെ എന്ന നിലപാടിലേക്ക് പോലും ഇപ്പോൾ ഈ പിണറായി വിജയനും സംഘവും എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പോലും നമ്മൾ കണക്കാക്കണം. കാരണം മറിച്ച് എന്ത് ചെയ്താലും ആ സമയം മുതൽ ഇവർ വലിയ തരത്തിൽ പ്രതികളായിത്തീരും. അങ്ങനെ സ്വയം പ്രതികളാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷകനായിട്ട് കൂടി അവർ ജയകുമാറിനെ യഥാർത്ഥത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജയകുമാർ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന ഒരു വിശ്വാസം കൂടി യഥാർത്ഥത്തിൽ പിണറായി വിജയനും കൂട്ടാളികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു തീരുമാനം എടുക്കുക വഴി യഥാർത്ഥത്തിൽ CPM കേരളത്തെ ഞെട്ടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എവിടെ പ്രസിഡന്റിനെ സ്ഥാപിക്കുമ്പോഴും, എവിടെ ഏതെങ്കിലും ഒരു അധികാരത്തിൽ അവരുടെ ഒരു അധികാരത്തെ സ്ഥാപിക്കുമ്പോഴും അവർ എപ്പോഴും കരുതുന്നതാണ് അവരുടെ ചരട് കൃത്യമായിട്ട് കയ്യിലിരിക്കുന്ന ഒരാൾ മാത്രം മതി എന്നാണ്. അവർ പറയുന്നത് കേൾക്കുന്ന ഒരാൾ മാത്രം മതി എന്നുള്ളതാണ്. അതാണല്ലോ ഈ പാർട്ടിയെ ഇത്തരത്തിൽ മോശമായിട്ട് മാറ്റി തീർത്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ജയകുമാറിനെ തിരഞ്ഞെടുക്കുക വഴിയെന്ന് പറഞ്ഞാൽ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഇവർ നടത്തിയെന്നുള്ളതാണ്. അതെന്നെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. CPM-ൽ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. CPM പത്മകുമാറിനെയും വാസുവിനെയും പ്രശാന്തിനെയും പോലെയുള്ളതായിട്ടുള്ള ആളുകളെയാണ് എപ്പോഴും കണ്ടെത്തുന്നത്. കാരണം അവർ രാഷ്ട്രീയമായിട്ടുള്ള അധീശത്വത്തിന് വിധേയമായി ജീവിക്കുന്നതായിട്ടുള്ള വിധേയന്മാർ മാത്രമാണ്. അവർക്ക് മാത്രമാണ് CPM പറയുന്നത് അങ്ങനെ തന്നെ കേൾക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ CPM പറയുന്നത് മാത്രം കേൾക്കുന്ന ആളുകളെ കസേരകൾ ഇരുത്തി ശീലമുള്ള ഈ പാർട്ടിക്ക് ഇപ്പോൾ അങ്ങനെ ഒരാൾ വേണ്ട എന്ന തോന്നലുണ്ടാക്കിയത് അയ്യപ്പൻ തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.